CPIയുടെയും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായിരിക്കുന്നു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ തന്നെ മത്സരിക്കാൻ പന്ന്യൻ പാർട്ടി നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ആനി രാജയാണ് സ്ഥാനാർത്ഥിയായി എത്തുക. തൃശൂരിൽ VS സുനിൽകുമാറും മാവേലിക്കരയിൽ CA അരുൺകുമാറും സ്ഥാനാർത്ഥിയാകും. VS രഞ്ജിത്ത് ചേരുന്നു വയനാട്ടിൽ നിന്ന്. രഞ്ജിത്ത്, ആനി രാജ വരുന്നു. രാഹുൽ ഗാന്ധിയും ആനി രാജയും ഇന്ത്യ മുന്നണിയുടെ രണ്ട് വലിയ മുഖങ്ങളാണ് മത്സര രംഗത്തേക്ക് വരുന്നത്. എങ്ങനെയായിരിക്കും ഇത് വയനാട്ടിൽ പ്രതിഫലിക്കുക? രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തയായ ഒരു സ്ഥാനാർത്ഥി തന്നെയല്ലേ ആനി രാജ? വിനീത, 2019 ഈ രാഹുൽ ഗാന്ധി വന്നതോടുകൂടി തന്നെ മറ്റ് മുന്നണികളും മറ്റ് സ്ഥാനാർത്ഥികളും ഒക്കെ വയനാട്ടിൽ അപ്രസക്തരാവരും അശോഭ്യരാവുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 4 ലക്ഷത്തിൽ പരമാണ്, റെക്കോർഡ് ഭൂരിപക്ഷമാണ്. രാഹുൽ ഗാന്ധി വന്നതോടുകൂടി മറ്റ് സാമുദായികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ മുദ്രാവാക്യങ്ങളും സമവാക്യങ്ങളും മാറി നിൽക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ള വോട്ട് എന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ വയനാട് ജില്ല വോട്ട് ചെയ്തത്. പക്ഷേ അപ്പോൾ അവിടെ രാഹുലിനെതിരെ മത്സരിച്ചത് ഒരു ശക്തനായ സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. VP സുനിലാണ് മത്സരിച്ചത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ഇലക്ഷൻ കൂടി വരുന്ന സമയത്ത് 2024 മത്സര രംഗത്തേക്ക് ആനി രാജ വരുന്നു. ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു പ്രമുഖ നേതാവ്, CPIയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വനിതാ നേതാവ്, വളരെ ഫെമിലിയറായ രാഷ്ട്രീയ മുഖമാണ് ആനി രാജയോട്. അപ്പോൾ കളം നിറയാൻ തന്നെയാണ് CPI തീരുമാനിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. വയനാട്ടിലുള്ള നിലവിലുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ UDFന് വലിയ മേൽക്കൈയുണ്ട് എന്നുള്ളത് സത്യമാണ്. നേരത്തെ 2014 ഇവിടെ സത്യൻ മൊകേരിയൊക്കെ മത്സരിച്ച സമയത്ത് CPIക്ക് ഒരു ജയത്തോടടുത്ത പരാജയമായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് അവിടെ UDF ജയിച്ചു കയറിയത്. അപ്പോൾ ജയിച്ചു കയറാമെന്നൊരു പ്രതീക്ഷ LDFന് സത്യൻ മൊകേരി മത്സരിച്ച ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് 2019 ആയപ്പോഴേക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നൊരു ഘട്ടമായപ്പോഴേക്കും 4 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം വരികയും UDF പൂർണ്ണമായും അധീശത്വം ഉറപ്പിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും 2024 വയനാട്ടിൽ വരികയാണെങ്കിൽ, രാഹുൽ ഗാന്ധി വേഴ്സസ് ആനി രാജയാണെങ്കിൽ രണ്ട് പ്രമുഖ നേതാക്കന്മാർ തമ്മിൽ മത്സരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആനി രാജ എത്രത്തോളം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയോട് മത്സരിക്കുമ്പോൾ വോട്ട് പിടിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം വയനാട്ടിൽ വേരോട്ടമുള്ള നേതാവല്ല ആനി രാജ. ഇത്തരത്തിൽ CPI പോലെയുള്ള പാർട്ടികൾക്ക് എതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കരുത്. ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രബല പാർട്ടികൾ എന്ന നിലയ്ക്ക് കോൺഗ്രസ് അത്തരത്തിൽ ചെറിയ പാർട്ടികളെ CPIയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നിടത്ത് മത്സരിക്കരുത് എന്ന് തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നല്ലോ. തീർച്ചയായിട്ടും ആനി രാജ മത്സരിച്ചാൽ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കില്ല എന്ന പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്തരം കാര്യങ്ങളൊക്കെ അപ്രസക്തമാവുകയാണ്. കാരണം രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും എന്ന കാര്യത്തിൽ UDFന്റെ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു തീർപ്പ് വരുന്നുണ്ട്. വയനാട്ടിൽ തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്ന് പറയുന്നു. പിന്നെ കേരളത്തിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം കേരളത്തിനകത്ത് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ നേതാക്കന്മാർ വ്യക്തമാക്കിയ കാര്യമാണ്. കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതു വലത് മുന്നണികൾ നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിക്ക് വേണ്ടി മാറി നിൽക്കുക എന്നുള്ളത് സാധ്യമല്ല. അതിപ്പോൾ കേരളത്തിൽ ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല, ഒരു മണ്ഡലത്തിലും CPIക്കും കോൺഗ്രസിനും നേർക്കുനേർ മത്സരിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ എന്ന രീതിയിൽ തന്നെ അവർക്ക് നേരിട്ട് മത്സരിക്കേണ്ടി വരും. വയനാട്ടിലും അത്തരമൊരു സാഹചര്യമാണ് എന്നും വയനാട്ടിൽ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് CPIയും കോൺഗ്രസും നേരിട്ട് തന്നെ മത്സരിക്കും എന്നുള്ളതാണ് നേരത്തെ CPMൻ്റെയും CPIയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി മാറി നിൽക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. തുടക്കത്തിലൊക്കെ ബിനോയ് വിശ്വം ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ബിനോയ് വിശ്വം തന്നെ ഇന്ത്യ മുന്നണിയിൽ ആവശ്യപ്പെട്ട കാര്യമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്നുള്ള കാര്യം. പക്ഷേ അത് പിന്നീടൊരു വലിയ ആവശ്യമായി CPIയും ഉന്നയിച്ച് കണ്ടിട്ടില്ല. ഈ ഘട്ടത്തിൽ CPI അത്തരമൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. CPIയുടെ നേതാക്കന്മാരാരും തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കോ കേരളത്തിലേക്കോ വരരുത് എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആവശ്യം ഇപ്പോൾ അപ്രസക്തമാവുന്നു. ആനി രാജയും രാഹുൽ ഗാന്ധി തമ്മിൽ ഏറ്റുമുട്ടുന്നു.
വയനാട്ടിലെ മത്സരം ദേശീയ ശ്രദ്ധ ആകർഷിക്കും എന്ന കാര്യം ഉറപ്പാണ്. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരത്തിൽ 2 ദേശീയ നേതാക്കന്മാർ മത്സരിക്കുന്നു എന്നുള്ളതാണ്. BJP ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി ഇറക്കുകയാണെങ്കിൽ BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ തന്നെ നേരിട്ട് മത്സരിക്കും. അപ്പോൾ ദേശീയ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു മത്സരമായി വയനാട്ടിൽ മാറും എന്നുള്ളതാണ്. അപ്പോഴും രാഹുൽ ഗാന്ധിയുടെ സാധ്യതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ മങ്ങലേൽപ്പിക്കാൻ ആനി രാജയ്ക്ക് സാധിക്കും എന്ന കാര്യത്തിലൊന്നും നമുക്ക് ഒന്നും പറയാൻ സാധിക്കാത്ത രാഷ്ട്രീയ സാഹചര്യമാണ്. ശരി.